بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. ونستفتح بالذي هو خير. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم ألهمنا رشدنا، بلغنا ديننا، واحصرنا في زمرة الصالحين من عبادك، وافتح علينا فتوح العارفين. يقول الله تبارك وتعالى في محكم التنزيل: لا يكلف الله نفسا إلا وسعها، لها ما كسبت وعليها ما اكتسبت، ربنا لا تؤاخذنا إن نسينا أو أخطأنا، ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا، ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ സംസാരം നമുക്ക് ഏറ്റവും മഹത്തരമായതുകൊണ്ട് ആരംഭിക്കാം. അത് അല്ലാഹുവിൻ്റെ വാക്കുകളാണ്. അല്ലാഹു പറയുന്നത് റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ എന്നാണ്. അല്ലാഹുവേ, ഞങ്ങൾ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, നീ ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണമേ. അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ ലളിതമാക്കി തരികയും നമ്മെ അവൻ നല്ലവരോട് കൂടെ ചേർക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഒരാളെയും അല്ലാഹു അവൻ്റെ കഴിവിനപ്പുറം കൽപ്പിക്കുകയില്ല. ഓരോരുത്തർക്കും അവരെന്താണോ ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലമുണ്ടാകും. തിന്മകൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കുറ്റവും അനുഭവിക്കേണ്ടി വരും. വീണ്ടും ഖുർആൻ ഉദ്ധരിക്കുന്ന പ്രാർത്ഥനകൾ, അല്ലാഹുവേ, സത്യവിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഞങ്ങളെ നീ ഞങ്ങൾക്കു താങ്ങാനാവാത്തതു തന്ന് പരീക്ഷിക്കരുതേ. മാത്രമല്ല, സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണെന്നും ഞങ്ങൾക്കു നീ പൊറുത്തു തരണമേ എന്നും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. إن حضورنا اليوم معكم في هذه القاعة، قاعة المركز الإسلامي الهندي، يمثل جمعا كبيرا ويمثل قول الرسول صلى الله عليه وسلم. فقد ضرب النبي صلى الله عليه وسلم مثلا لمن جاء به من الدين القيم ومن العلم النافع بالغيث العام وبالمطر الكثير الذي يأتي إلى الناس فيصلح من شؤونهم. ഇന്ന് നാം ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു സവിശേഷമായ ഉപമയെക്കുറിച്ചാണ്. അതായത്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അറിവിനെ കുറിച്ച് പറയുകയും അറിവുമായി ഒരു സമൂഹത്തിലേക്കു കടന്നു വരുന്നവൻ, ഒരു സമൂഹത്തിന് പുതിയ വിവരങ്ങൾ പകർന്നു നൽകുന്ന ഒരാൾ, അവരിലേക്ക് ഒരു മഴ പോലെ, തൊരാതെ പെയ്യുന്ന മഴ പോലെ, ധാരാളം നന്മകളുമായി വർഷിക്കുന്ന ഒരു പേമാരി പോലെയാണ് അവന്റെ ആഗമനമെന്ന് വിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ മർകസ് الإسلامي الهندي يمثل قاعة وواحة للتعارف والتناصح والتعاون على البر والتقوى. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ എന്ന ഈ കേന്ദ്രം, ഇവിടെ വലിയ ഓഡിറ്റോറിയമുണ്ട്, അറിവിന്റെ പൂവാടികളുണ്ട്. ഇവിടെ വന്നു ചേരുന്ന ഓരോരുത്തരും പരസ്പര സഹകരണത്തിന്റെ, പരസ്പര ധാരണയുടെ, പരസ്പരം നന്മയിൽ ഒത്തുചേരുന്നതിന്റെ സന്ദേശമാണ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. وقد سوى القرآن الكريم بين الذين يخدمون أمتهم عن طريق علمهم وبين الذين يخدمون أمتهم عن طريق عملهم وبين الذين يخدمون أمتهم عن طريق بذل أموالهم وأنفسهم، فقال عز من قائل: وما كان المؤمنون لينفروا كافة فلولا نفر من كل
فرقة طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധം നന്മകളെയും ഒരുപോലെ സമീകരിച്ച് പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാനാകും. അതായത് ഒരാൾ തൻ്റെ അറിവ് കൊണ്ട് സമൂഹത്തെ സേവിക്കുന്നതും മറ്റൊരാൾ തൻ്റെ കായിക ശേഷി കൊണ്ട് ആരോഗ്യം കൊണ്ട് സമൂഹത്തെ സേവിക്കുന്നതും മൂന്നാമതൊരാൾ തൻ്റെ സമ്പത്ത് കൊണ്ട് സമൂഹത്തെ സേവിക്കുന്നതും സമൂഹത്തിന് ഒരുപോലെ ആവശ്യമുള്ള സമൂഹത്തിൽ നടക്കേണ്ടുന്ന ഖുർആൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നന്മകളാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് യുദ്ധത്തിനു പോകേണ്ടവരല്ല. നിങ്ങളിൽ ചിലർ മാറിയിരുന്ന് അറിവ് പഠിക്കുകയും ആ പഠിച്ച അറിവിനെ യുദ്ധത്തിനു പോയവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി സന്നദ്ധരായിരിക്കുകയും അങ്ങനെ എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുകയും ചെയ്യേണ്ടതുണ്ട്. والإسلام دين لا يعترف بأي قول أو فعل يأتي عن طريق الإكراه والقهر. إن كل قول أو فعل يأتي عن طريق الإكراه أو القهر هو مهجور في شريعة الإسلام. إن القرآن الكريم صرح في كثير من الآيات البينات بأنه لا إكراه في الدين، قد تبين الرشد من الغي. وإن العقلاء في كل زمان ومكان يعلمون بأن سيدنا ورسولنا محمد صلى الله عليه وسلم قد أتى للإنسانية كلها بالخير وبالرحمة وبمكارم الأخلاق، ولم يترك بابا من أبواب الخير والحق والعدل والسلام والعفاف والطهارة إلا وفتحه للناس، ولم يترك بابا من أبواب الشر والرذائل إلا قفله في وجوههم. ويكفيه شرفا وفضلا أن الله جل جلاله قد أثنى عليه بقوله تبارك وتعالى وإنك لعلى خلق عظيم. നമ്മുടെ വിശുദ്ധമായ മതം വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള യാതൊരു വിധത്തിലുള്ള നിർബന്ധിത കാര്യങ്ങളെയും അംഗീകരിക്കുന്നില്ല. ഒരാളെയും നിർബന്ധിപ്പിച്ചുകൊണ്ട് മതത്തിലേക്ക് ആകർഷിക്കണമെന്ന്, മതം ഉൾക്കൊള്ളാൻ കൽപ്പിക്കണമെന്ന് പറയുന്നില്ല. മാത്രമല്ല, നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് ആഗതമായത് എല്ലാ നന്മകളും വഹിച്ചുകൊണ്ടാണ്. നന്മയുടെ, കാരുണ്യത്തിന്റെ, സഹനത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, ഐക്യത്തിന്റെ, ഒരുമയുടെ എന്തെല്ലാം വാതിലുകളുണ്ടോ ആ വാതിലുകളെല്ലാം പ്രവാചകർ തുറന്നു വെക്കുകയും തിന്മയുടെ, അനൈക്യത്തിന്റെ, പൊരുത്തമില്ലായ്മയുടെ ഏതെല്ലാം വാതിലുകളുണ്ടോ അവയെല്ലാം അടച്ചു വെക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ പ്രവാചകർ വിടവാങ്ങിയത്. അതിന് അള്ളാഹു നൽകിയ സാക്ഷ്യമായിരുന്നു പ്രവാചകരെ അങ്ങ് ഏറ്റവും മഹത്തരമായ സ്വഭാവത്തിനുടമയാണ് എന്ന് ഖുർആൻ പറയുന്ന വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്ന പ്രഖ്യാപനം. وفي هذا المحضر الكريم أسأل الله سبحانه وتعالى أن يجعلنا جميعا مما قال فيهم وهدوا إلى الطيب من القول وهدوا إلى صراط الحميد، ويمن على بلادنا الإمارات العربية المتحدة هذه وسائر بلاد المسلمين بالأمن والأمان، وعلى العالم أجمع المحب للطمأنينة والسلام بالخير والإيمان. وفي هذا الجمع المبارك نرفع التحية وخالص الولاء لحضرة صاحب السمو الشيخ محمد بن زايد آل نهيان رئيس دولة الإمارات العربية المتحدة بأن يحفظه الله ويؤيده، وأخيه صاحب السمو الشيخ محمد بن راشد، وولي عهده الأمين، وإخوانه أصحاب السمو أعضاء المجلس الأعلى للاتحاد وأولياء عهودهم، وتحية مقرونة بالمحبة والشكر لسمو الشيخ منصور بن زايد آل نهيان نائب رئيس الدولة، نائب رئيس مجلس الوزراء، رئيس ديوان الرئاسة، لما يقدمه من رعاية خاصة موصولة للكتب العلمية النافعة. അവസാനമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്ന വഹുദു ഇല തയ്യിബി മിനൽ ഖൗൽ
വഹുദു ഇലാ സിറാത്തിൽ ഹമീദ് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന നന്മയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരിൽ നമ്മെ ഓരോരുത്തരെയും ചേർക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാജ്യത്തിന് നന്മയുണ്ടാകുവാനും ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും സുരക്ഷിതത്വവും നന്മയും പ്രദാനം ചെയ്യുവാനും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഈ രാജ്യത്തിന്റെ ഭരണാധികാരി സാഹിബുസ്സുമു ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ രാജ്യത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി സാഹിബുസ്സുമു ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ, ഈ അബുദാബിയുടെ ആദരണീയനായ കിരീടാവകാശി, അതുപോലെ ഈ രാജ്യത്തിന്റെ മഹത്തായ ഭരണാധികാരികൾ, വിശിഷ്യ പ്രസിഡൻഷ്യൽ അഫേഴ്സ് കോർട്ടിന്റെ അധികാരിയും ഞങ്ങളുടെ രാജ്യത്തിന്റെ നേതാവുമായ മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ ഹഫ്ളഹുല്ലാ, എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യങ്ങൾ ചൊരിയുമാറാവട്ടെ. അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ ഫലമായി അള്ളാഹു അവർക്ക് ഉത്തരോത്തരം പുരോഗതിയും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ എന്നു ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. وتحية خالصة مخلصة مملوءة بالتقدير والاحترام لأخينا الكبير السيد يوسف علي لما يقدمه من أعمال يعجز عنها الكثيرون، والله سبحانه وتعالى يوفقه إلى ما يحبه ويرضاه، يعطيه الصحة والعافية هو وذويه ومن يحبه من المسلمين. ودمتم في رعاية الله، والسلام عليكم ورحمة الله وبركاته. സവിശേഷമായി എനിക്കൊരു കാര്യം കൂടി പറയുവാനുണ്ട്. അതൊരു പ്രത്യേക ആശംസയും എൻ്റെ പ്രത്യേകമായ മനസ്സു നിറഞ്ഞ ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയുമാണ്. അതെൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ഏറെ ആദരിക്കുന്ന യൂസുഫ് അലി സാഹിബിനു വേണ്ടിയാണ്. അദ്ദേഹം ലോകത്ത് പലർക്കും ചെയ്യാനാവാത്ത എത്രയോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദീനീ സേവനങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക സഹായങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പലതും ലോകത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അത് സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിലും ആരോഗ്യത്തിലും ഐശ്വര്യം ചെരിയുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാം എന്നെ സാഗൂതം ശ്രവിച്ചതിന് ഞാൻ എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. വസ്സലാമു അലൈക്കും.